मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ചൂട് കാരണം ഞങ്ങൾ പുള്ളിൽ വന്ന് കിടക്കൂ, അതാണ് നല്ലത്. എനിക്കൊട്ടും വയ്യ. പനി വന്നാൽ ഗുളിക കഴിച്ച് റെസ്റ്റ് എടുത്താൽ അത് മാറും. ചൂട് കാരണം എന്റെ പണി തീരും. അടികൈ. നമ്മുടെ എ സി കേടായില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോ തണുത്ത കാറ്റ് കഴിക്കാമായിരുന്നു. എന്റെ മണ്ണി, കാറ്റിനെ കഴിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്കറിയാം, കാറ്റിനെ കഴിക്കാൻ പറ്റില്ലെന്ന്. സംശയമുണ്ടോ? എനിക്ക് മാഡത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ടെൻഷൻ. ഈ ചൂടിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടും? ഹലോ കുട്ടികളെ, ഹലോ. ചെളി പറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലിടണം നല്ല മാറ്റ്. പെട്ടെന്ന് പോയി എ സി ഓൺ ചെയ്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോവും എന്റെ കാറ്റ്. അടികൈ. എന്നാ സാറേ, കാറ്റ് പോയെങ്കിൽ എത്രയും പെട്ടെന്ന് സൈക്കിൾ കടയിൽ പോയി കാറ്റടിച്ച് ടൈറ്റ് ചെയ്യേ. എടാ നീ എന്താ മരമണ്ടനാണോ? അല്ല, ഞാൻ ഹണിയാണ് കന്നാ സാറേ. കന്നാ സാറേ, ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങും ഞങ്ങളെ പോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കിടക്കൂ, അതാണ് നല്ലത്. സംശയമുണ്ടോ? ഇംഗ്ലീഷിൽ വേണ്ട എന്നതിന് പറയും നോ. ഞാനിതാ വരുന്നു. റെഡി സ്റ്റഡി ഗോ. എന്റെ അമ്മച്ചി, ഹണി ഗാർഡനെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന തോന്നുന്നു. കന്നാ സാറേ, ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങും ഞങ്ങളെ പോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കിടക്കൂ, അതാണ് നല്ലത്. കൊള്ളാം, എല്ലാരും കബഡി കബഡി കളിക്കണോ? ഞാനും കളിക്കും. കബഡി 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 കബഡി. നിൽക്ക് ഹണി, നിൽക്ക്. കബഡി 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 കബഡി. ഇവിടെ എന്തുമാത്രം ചൂടാണ്. മത്സരത്തിൽ എപ്പോഴും നമ്മൾ കാണിക്കണം നല്ല മിടുക്ക്. എത്രയും പെട്ടെന്ന് എ സി ഒന്ന് നന്നാക്കി എടുക്ക്. അടികൈ. ഇതാ ഹണിയുടെ മുതുകത്ത് ഒരു പാംപ്ലെറ്റ് ഒട്ടിയിരിക്കുകയാണ്. സംശയമുണ്ടോ? യേശു നന്നാക്കാനുള്ള സർവീസ് ആൾക്കാർ ഉടൻ തയ്യാറാണ്. എ സി സർവീസ്. ചൂട് മാറി ഇനി തണുപ്പ് കിട്ടും. എ സി നന്നായാൽ നമുക്ക് ജീവൻ കിട്ടും. മേഡം വീട്ടിലേക്ക് വരുമ്പോ എ സി ശരിയാക്കി വെച്ചാ അവര് ഒരുപാട് സന്തോഷിക്കും. ജോർദാർ, അത് വേഗം കൊണ്ടുവാ. പോപ്പൻ, ആ ഫോണും എടുക്ക്. ആ ഫോൺ റിംഗ് ആവുന്നുണ്ട്. ജോണി, ഞാൻ നന്നായിട്ട് എ സി സർവീസ് ചെയ്യുന്ന ആളാണ്. അതല്ലാതെ ഞാൻ വലിയേട്ടനാണ്. അതാണ് എന്റെ വീട്ടുപേര്. വലിയേട്ടാ, ഞാൻ ബണ്ണിയാ സംസാരിക്കുന്നേ. നിങ്ങൾ വേഗം വന്ന് എ സി ഒന്ന് റിപ്പയർ ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു തന്നേക്കാം. ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ആണ്. വേഗം അഡ്രസ് തന്നേക്ക്. തരാം, എഴുതിക്കോ. ഇന്നെന്തായാലും നല്ല ദിവസം തന്നെയാണ്. അവരുടെ എ സി നമ്മുടെ എ സി ആക്കി മാറ്റും. എന്നിട്ട് നമ്മുടെ സ്വപ്നമായ എ സി ഷോ നമ്മൾ തുടങ്ങുകയും ചെയ്യും. പോകാം. നമുക്കപ്പോ ഒരു പുതിയ എ സി കിട്ടിയിരിക്കുകയാണല്ലേ. ഞങ്ങളിതാ വന്നു കഴിഞ്ഞു. നോക്കൂ, ഞങ്ങളാണ് എങ്ങനത്തെ എ സിയും റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ.
കൂടാതെ എന്റെ പേരാണ് വലിയേട്ടൻ. പിന്നെ ഇദ്ദേഹം എന്റെ കുഞ്ഞനുജനാണ്. കുഞ്ഞനുജൻ എന്നാണ് പറഞ്ഞത്. കുഞ്ഞനുജൻ. വരൂ വലിയേട്ടാ, വരൂ. എനിക്ക് പെട്ടെന്ന് AC എവിടെ നിന്ന് കാണിക്കേ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ വന്നെന്തായാലും നന്നായി. ചൂട് കാരണം ഞങ്ങൾ ഒരു പരുവത്തിലായിരുന്നു. എന്റെ ബണ്ണി പരുവത്തിലെന്നല്ല, വിഷമത്തിലെന്നാ. AC കേടായതുകൊണ്ട് ഞങ്ങൾ വിഷമത്തിലായിരുന്നു. അല്ല, ഇവനെന്താ മണ്ടനാണോ? അല്ല, ഞാൻ ഹണിയാണ്. സ്നേഹത്തിൽ എല്ലാരും എന്നെ കഴുതാന്ന് വിളിക്കും. അതാ AC. ഇപ്പൊ തരാം. ഇതാ. ഉറക്കം വരുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഫാൻ ഇട്ട് ഉറങ്ങാൻ നോക്കൂ. പക്ഷേ കള്ളന്മാരെ സൂക്ഷിക്കണം മറക്കരുത്. നിങ്ങൾക്ക് ഈ കള്ളന്മാരെ അറിയാമോ? ഈ മുഖക്കണ്ട ഓർമ്മ നിങ്ങൾക്കുണ്ടോ? ഇത് വലിയേട്ടൻ, ഇത് ചെറിയേട്ടൻ. ഇവർ വീട്ടിലുള്ള AC-കളെല്ലാം മോഷ്ടിച്ച് ഇപ്പോൾ സിറ്റിക്കകത്ത് വലിയ ചൂടുണ്ടാക്കിയിരിക്കുകയാണ്. അതെ, ഓണം വന്നാൽ ഉടുക്കും നല്ല മുണ്ട്. മുമ്പ് എവിടെയോ വെച്ച് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. അതെ. എടാ, ഈ AC സർവീസുകാർ നമ്മുടെ AC-യെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. സംശയമുണ്ടോ? നന്നാക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയതായിരിക്കും. എടാ മരമണ്ട, ടിവിയിൽ നോക്ക്. ഈ വലിയേട്ടനും ചെറിയേട്ടനും പെരും കള്ളന്മാരാണ്. കൊഴപ്പല്ല, എന്തായാലും കേടുവന്ന AC ആണല്ലോ. കഴുതേ, മേഡം വന്ന് AC എന്തിയെന്ന് ചോദിച്ചാ എന്ത് സമാധാനം പറയൂടെ? മാഡം, കള്ളന്മാർ AC കൊണ്ടുപോയി. മാഡം തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ AC കൊണ്ടത് ഫിറ്റ് ചെയ്യണം. അതെ, എന്നാൽ ഇവന്മാർ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? പിറന്നാൾ വന്നാൽ എല്ലാവരും ഇടും നല്ല ഡ്രസ്. ഈ AC-ക്കാർ തന്നിരിക്കുന്നു പാംലെറ്റിൽ അവരുടെ അഡ്രസ്. അടികൈ. ഇനി AC കള്ളന്മാരെ വെറുതെ വിടരുത്. എല്ലാവരും ആയുധമെടുത്തോളൂ. ടൈം ഫോർ ആക്ഷൻ. ഹണി ബണ്ണിയുടെ AC ശരിയാക്കി കഴിഞ്ഞോ? ഇനി നമുക്ക് തുടങ്ങാം പുതിയ AC കട. അല്ല, ഇവിടേക്ക് ആരാ വന്നതാ? പാംലെറ്റ് കണ്ട് ഇവിടെ വന്നതായിരിക്കും വലിയേട്ടാ. പാംലെറ്റോ? അതെ, പാംലെറ്റ്. എടാ, ഇതെങ്ങനെയാ സംഭവിച്ചതാ? എടാ, നീ എന്തായി കാണിച്ചു വെച്ചതാ? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് പാംലെറ്റിൽ എന്തിനാ ഇട്ടതാ? ചെല്ലേ, വേഗം നോക്ക് ആരാന്ന്. ഇവിടേക്ക് ആരും വന്നിട്ടില്ല വലിയേട്ടാ. അല്ല, ആരാണ്? ഓ ഓ ഓ ഓ ഓ ഓ. ഹായ്. ഞങ്ങളുടെ AC-യെ മോട്ടിച്ചു അല്ലേ? അതിനുള്ള ശിക്ഷ ഞങ്ങൾ തന്നിരിക്കും. സംശയമുണ്ടോ? ഓടിക്കോ, വേഗം വേഗം ഇവിടുന്ന് ഓടിക്കോ. ഓ, രക്ഷപ്പെട്ടു. കയ്യിൽ കൂട്ടി വെച്ചിരുന്ന കാശെല്ലാം ഇപ്പൊ തീർന്നു പോയി. ഒറ്റയടിക്ക് തന്നെ താഴെ വീണുവന്റെ കാറ്റും പോയി. അടികൈ. നിങ്ങളെ ഞാൻ വിടില്ല. നിങ്ങൾ തല്ലിയത് എന്റെ അനുജനെയാണ്. അതിനുള്ള ശിക്ഷ നിങ്ങൾ എന്തായാലും അനുഭവിക്കണം. ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. ഞാനാണ്. ഈ അപകടം പിടിച്ച മെഷീനിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. എവിടെ പോയി? ഇവിടെ തന്നെ കാണും.
എന്റെ അനുജ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ അമ്മേ. ഓ നിൽക്ക്, ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ AC കിട്ടി. കൂടാതെ AC സർവീസ് ചെയ്യുന്ന ഇവർ നമ്മുടെ AC ഫ്രീ ആയി സർവീസ് ചെയ്തു തന്നു. അടിച്ചു പൊളിച്ചു തിമിർത്തു.